ഹൈ 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 എന്താ ഇത് കഥ? എന്താണ് ലവർ തെറ്റിയാ? എൻ്റെ തല ജർഞ്ഞ ആ വലീദ് റഹ്മാനെ പോലീസ് ഓടിച്ചു. ഏത് വലിയത്? സിനിമാ സംവിധായകനില്ലേ ഓര്. അതിന് എനക്കെന്താ മുസിന? ജിംഖാന കഴിഞ്ഞിട്ട് അടുത്ത ഏതെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഒരു വലിച്ചത്. പിടിക്കണ്ടില്ലേനോ? ആലോചിച്ചിട്ട് സങ്കടം വരുന്നു. ഇങ്ങനെയുള്ള മൂവീസൊക്കെ ആര് ചെയ്യും കുട്ടാ? ആ അതൊക്കെ വരുന്ന ഈ ഹൈബ്രിഡ് സാധനത്തുമെന്നായിരുന്നു. വല്ലതും അറിയോ? പാലം വഴിയാണ് അതൊക്കെ വരണ്ടേ? ഏത് പാലാ പറയേ, ഞാൻ പോവാ. അതിന്റെ റബ്ബേ, അടിച്ചെന്റെ പല്ല് ഞാൻ പൊളിച്ചിട്ടാ. ഇത്ര ലോക വിവരമില്ല എനിക്ക്. ഈ വാർത്ത ഒന്നും കാണുന്നില്ലേ? ഇതൊക്കെ വലിച്ചിട്ടും മണത്തിട്ടുമാണ് ഓരോരുത്തരും മക്കളെ കൊണ്ട് ഇടങ്ങാറായി നടക്കുന്നുണ്ട്. എന്തിനു പറയാന്, ഇന്നെ പോലത്തെ ഏട്ടന്മാർക്ക് ചില അനിയന്മാരുണ്ട് ഇതേമാരത്തെ. ഇവരൊക്കെ കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഇവർക്കൊക്കെ എന്നാ ഈ പൊടിച്ചണിന്റെ മുന്നേ എവിടെയും പോയി ഒളിച്ചുന്നൂടെ? ആ ജൂഡനും പൊടിച്ചല്ലോ. ഞാനിഞ്ഞ എങ്ങനെ ജൂഡന്റെ പാട്ട് കേക്കൂ? പഠിച്ചം പോരാനേ, ഇപ്പം എന്താണോ നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് ഓൻ പറയണതാണ് ശരി, ഓൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ശരിയെന്ന്. ശരി, ഓൻ പറയണ വേർഡ്സ്, വാക്കുകൾ, എഴുതിയത്, പൊളിറ്റിക്സ് എല്ലാം കറക്റ്റ്, ഓക്കെ, സമ്മതിച്ചു. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പറയലൊക്കെ, ഇങ്ങനത്തെ ഈ പറച്ചിലൊക്കെ എവിടുന്ന് വന്നത്? അവൻ്റെ തൊള്ളിന്ന്. ഐശ് അതല്ല മുസിന, ഓനിങ്ങനെ ഇതേമാതിരി എന്തെങ്കിലും വലിച്ചിട്ട് എഴുതിയിട്ടൊക്കെ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് എഴുതിക്കാണ്ട് കൊണ്ടുവന്നാണെങ്കിലോ, മുന്നേ ഇങ്ങനത്തെ ഈ ഒരു ഇതൊന്നും ഇല്ലെങ്കിലോ? അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, ഇതൊക്കെ യൂസ് ചെയ്യുന്നവർ ഇത്രയും കഴിവുള്ളവരായിരിക്കും നമുക്ക് തോന്നുന്നുണ്ടാ? അതും ശരിയാട്ടാ. ശരിയല്ലേ? എത്തുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ശരിയാവില്ല. ഇങ്ങനെ ഒരിക്കലും ശരിയാവില്ല. കുഞ്ഞോനെ, സത്യം പറയാലോ, ഇവനൊക്കെ എൻ്റെ കൺമുന്നിൽ ഇപ്പം കിട്ടിയാണ്ടല്ലോ, നല്ല കസ്തൂരി മുളക് തേച്ച് കണ്ടിട്ടുണ്ടല്ലോ, ഒറ്റ കാറ്റിലേക്കാരം. അത്യാവശ്യം നല്ല ശിക്ഷയെങ്കിലും കൊടുക്കണം. ഇതെവിടെ നിന്നാണ് ഈ പണ്ടാറ് ഇങ്ങോട്ട് വരണ്ടേ? ഇവരൊക്കെ ഏതെങ്കിലും പള്ളിക്കലോ തങ്ങന്മാരുടെ അടുത്ത് കൂടെയും കൊണ്ടുപോയി നന്നാക്കി കൂടെ? ഇതൊക്കെ ഉണ്ടായിട്ട് ഇവന്മാർ ചെയ്യുന്ന പണികളൊക്കെ നല്ല പാട്ട്, നല്ല കവിത, നല്ല സ്ക്രിപ്റ്റ്, നല്ല ഐറ്റംസ്. മറ്റേ സിനിമക്കാരുടെ ഒക്കെ സ്ക്രിപ്റ്റ് കണ്ട്, സ്ക്രിപ്റ്റും വർക്കും എൻ്റെ മോനെ ഏത് ലെവല്. അപ്പം ഇത് യൂസ് ചെയ്യാതെ ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റിയും കൺട്രോളും ചിന്തിക്കണ്ടാവോ? കേരളം വേറെ ലെവലിലേക്ക് ഇപ്പം അതിൻ്റെ അതുക്കുഞ്ഞ് മേൽക്കില്ലേ കരഞ്ഞു പോവുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കത്തും. എന്തെങ്കിലും വൈകിണ്ടവനെ വരെ കാണാൻ ഉറപ്പാണ്. ഞാൻ മുളക് തേക്കുമെന്ന് പറഞ്ഞ് ഞാൻ തേക്കും. ഞാൻ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും. ഇതിപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞല്ലോ, ഇജിപ്പോൾ ഇതിനെ ആരാൻ്റെ വാപ്പാ നിൽക്കുന്നുണ്ട്? ഞാൻ മാത്രമൊന്നുമല്ല, കേരളത്തിലെല്ലാവരും ആരാൻ്റെ വാപ്പതിൽ. ആരാൻ്റെ വാപ്പ? ഞാൻ ആലോചിക്കുന്നത് മറ്റൊന്നാണ്. എന്തേ? ഈ കഞ്ചാവ് വലിച്ചാലും പൊടികൾ യൂസ് ചെയ്താലാണ് ഈ ക്രിയേറ്റിവിറ്റി വരിക എന്നുള്ളത് ഇവരുടെ ഇത് പൊട്ടനാവ് പറഞ്ഞതാവോ? ആദ്യം അവരെ പൊക്കണം, പൂർവ്വകാല പൊടിക്കുട്ടന്മാരെ. അത് നടക്കാൻ പോണില്ല മോളെ. എന്നാൽ ഈ പാട്ടുകാരൻ ചൂടൻ നെട്ടിച്ചു കളഞ്ഞ് അറ്റാക്ക് വന്നിട്ടില്ല എന്നുള്ളൂ. ഇപ്പോഴത്തെ ചെക്കന്മാരും ആൾക്കാരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരൊക്കെ തിരിച്ചു വരാൻ തന്നെ വെയിറ്റ് ചെയ്തിരിക്കും. തിരിച്ചു വന്നതിനുണ്ടല്ലോ, ഇങ്ങനല്ല ഇങ്ങനെ എടുക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെക്കനൊക്കെ തിരിച്ചു വരണം. കാരണം അവൻ്റെ വരികളും കുറേ പോയിൻസും ഇതെല്ലാം കുരുപൊട്ടുന്നുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ ഈ കുരുപൊട്ടൽ ഒരു പോയിസണാണ് നമ്മളെ മലയാളികൾക്കിടയിൽ. നല്ലതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.